സുഹൃത്തെ നമസ്കാരം, ഞാൻ രാകേഷ് അമ്പാട്ട്, നിങ്ങളുടെ സ്വന്തം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. 8/8/2024, അതായത് ഓഗസ്റ്റ് 8/2024 ഏറ്റവും അത്ഭുതം നിറഞ്ഞ ഒരു ദിവസമാണെന്നാണ് ആസ്ട്രോഫിസിസ്റ്റ് പറയുന്നത്. അതായത് ലയൺസ് ഗേറ്റ് പോർട്ടൽ എന്നാണ് ഈ ദിവസത്തെ പറയുക. ഈ ദിവസം പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദിവസം നമ്മളുടെ എനർജി ലെവൽ, മൊത്തം ഭൂമിയിലുള്ള ഒരു എനർജി ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും എന്ന് പറയാം. മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് ദിവസമാണ് ഈ ദിവസം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാധാരണ 100 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ പവർ എങ്കിൽ, ഈ ദിവസം മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറഞ്ഞാൽ 500-1000 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയാം. അത്ര പവർഫുള്ളാണ്. ഇതെന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യനും ഭൂമിയും സീരിയസ് എന്ന് പറഞ്ഞ ഒരു ബ്രൈറ്റസ്റ്റ് ആയിട്ട് നക്ഷത്രമുണ്ട്, സ്റ്റാർ ഉണ്ട്. ഇത് മൂന്നും ഒരേ അലൈൻമെൻറ്റിൽ വരുന്നൊരു ദിവസമാണ് ഈ ദിവസം. ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത്, അതായത് ജൂലൈ 26 തുടങ്ങി ഓഗസ്റ്റ് മാസം 12 വരെ ഒരേ അലൈൻമെൻറ്റിൽ യാത്ര ചെയ്യുന്ന പറയാം. അതിൽ സൂര്യൻ എന്ന് പറയുന്നത് ഒരു മെയിൽ ഫോഴ്സ് എന്ന് പറയുക, മെയിൽ എനർജി സോഴ്സ് എന്ന് പറയാം. ഈ സീരിയസ് എ എന്ന് പറയുന്ന ഈ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ഇതൊരു ഫീമെയിൽ എനർജി സോഴ്സ് എന്ന് പറയാം. അതായത് സൂര്യനേക്കാളും 2 ഇരട്ടിയോളം വലിപ്പവും അതോടൊപ്പം തന്നെ 20 ഇരട്ടി ബ്രൈറ്റ്നസ് ഉള്ളൊരു നക്ഷത്രമാണ്. ദ മോസ്റ്റ് ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ യൂണിവേഴ്സ് എന്ന് പറയാം. അപ്പം അത്രയും പവർഫുള്ളാണ്. ഈ മെയിൽ എനർജിയും ഈ ഫീമെയിൽ എനർജിയും ചേരുമ്പോൾ ഉണ്ടാകുന്ന ക്രിയേഷനാണെന്ന് പറയാം. ക്രിയേഷനാണ് ഒരു മെയിൽ എനർജി ഫീമെയിൽ എനർജി ചേരുമ്പോൾ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം ഭയങ്കരമായിരിക്കും, ഭയങ്കര പവർഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് 8 മുതൽ 12 വരെ 5 ദിവസം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അട്രാക്ഷൻസ് കൂടുന്നുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലമാകാൻ നിങ്ങൾ സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഞാൻ 8 കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും ഞാൻ പറയുകയാണ്. 8 കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം കുറച്ചും കൂടി വേഗതയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മുന്നേറാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എന്തൊക്കെ രീതിയിൽ ഞാനായിട്ട് കണക്ട് ചെയ്യണം, കുറച്ച് കൂടുതൽ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിനെ കുറിച്ച് അറിയണം, പഠിക്കണം, ചാനൽസിനെ കുറിച്ച് അറിയണം, ഫ്രീ കോഴ്സസും പെയ്ഡ് കോഴ്സസും എല്ലാം വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണം ആഗ്രഹമുണ്ട്. ഒന്ന് കമ്മ്യൂണിറ്റിയുടെ കണക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം. ഞാൻ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജോയിൻ ചെയ്യുക, കണക്റ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ആ 8 കാര്യം നമുക്ക് നോക്കാം. ഒന്ന്, നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഒന്ന്, ചക്ര മെഡിറ്റേഷനാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ 7 പ്രധാനപ്പെട്ട എനർജി പോയിന്റ്സ് ആണ് നമ്മളുടെ 7 ചക്രാസ്. അതായത് സഹസ്രാര തുടങ്ങി അങ്ങോട്ട് മൂലാധാര വരെയുള്ള 7 ചക്രങ്ങൾ. ഈ 7 ചക്രാസിനെ എംപവർ ചെയ്യാനായിട്ട്, ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ചക്ര മെഡിറ്റേഷൻ നിർബന്ധമായിട്ടും ഈ 5 ദിവസം രാവിലെ നിങ്ങൾ ചെയ്യുക. ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. 5 മിനിറ്റ് വരുന്ന വളരെ ചെറിയ ഫോമിൽ വരുന്ന വീഡിയോസ് ഉണ്ട്, അതെടുക്കുക. ഇനി അത് കിട്ടുന്നില്ല, അങ്ങനത്തെ വീഡിയോ കിട്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ചക്രയുടെ ലം രം വം എന്നുള്ള മന്ത്രങ്ങൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ ഉച്ചരിച്ച് ആ ചക്രാസിൽ നിന്ന് നിങ്ങൾ എംപവർ ചെയ്യുക. കാരണം ഓരോ ചക്രാസും നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്ഥാനം ലെവലിനെ പ്ലാൻ ചെയ്ത് പോകുന്ന സാധനങ്ങളാണ്, എനർജി പോയിന്റ്സ് ആണ്. അപ്പോൾ എനർജി ഹൈ ആയിട്ട് നിർത്തേണ്ടതായിട്ട്, എനർജി ഹൈ ആയെങ്കിൽ മാത്രമേ അട്രാക്ഷൻ നിർത്തുള്ളൂ. അപ്പോൾ ചക്ര മെഡിറ്റേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തു പോവുക, നോട്ട് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനം വിഷ്വലൈസേഷനാണ് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ. അപ്പോൾ വിഷ്വലൈസേഷൻ ശക്തമാക്കണം ഈ ദിവസങ്ങളിൽ. അറ്റ്ലീസ്റ്റ് 2-3 തവണയെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് 2, 3, 4, 5, 10 സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ആക്കി മാറ്റുക. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ എനർജി ഹൈ ആയിട്ട് ഇരുന്നിട്ടാണ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്, ബോഡി ഒരു മെൻ്റൽ സ്റ്റേറ്റ് പോസിറ്റീവിലായിരിക്കണം, ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അതുമാത്രമല്ല, ഓരോ സ്വപ്നവും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് കണ്ടതിന് ശേഷം അത് നടന്നതായിട്ട് പൂർത്തീകരിച്ചായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ വീട് ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ ആ വീട് പണി നടക്കുന്നു, വീട്ടിൽ നിങ്ങൾ പോയി കാണുന്നു, പണി കഴിഞ്ഞ ശേഷം അതിൻ്റെ നിങ്ങൾ ഹൗസ് വാമിങ് നടക്കുന്നു, ചടങ്ങ് നടത്തുന്നു, ആൾക്കാർ വരുന്നു, വീടെല്ലാം ചുറ്റി കാണുന്നു, ഗംഭീരമായിട്ട് വീടാണല്ലോ എന്നൊക്കെ പറയുന്നു. ആ ഒരു പ്രോസസ്സും കാര്യങ്ങളെല്ലാം കണ്ടൊരു സിനിമ കാണുന്ന പോലെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ റിസൾട്ട് കുറച്ചുകൂടി ഭംഗിയായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ വിഷ്വലൈസേഷൻ പ്രോപ്പറായിട്ട് ചെയ്തതാണ് പോയിന്റ് നമ്പർ 2, നോട്ട് ചെയ്യുക. 3, വിഷ്വലൈസേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട അഫർമേഷൻസ് അല്ലെങ്കിൽ സെൽഫ് ടോക്ക്. നമ്മൾ എപ്പോഴും എന്താണ് നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ നമ്മൾ നെഗറ്റീവ് പറയാം, അല്ലേ? ഇന്ന് മഴ പെയ്യാവോ, ഇങ്ങനെയൊക്കെ നടക്കാവോ, ഇത് ശരിയാവുമോ, ഇങ്ങനെയുള്ള കൂടുതൽ നെഗറ്റീവ്സ് പറയാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നെഗറ്റിവിറ്റീസ് ആണ് ചൊല്ലണമെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും, എന്ത് സാധനം മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് 5 ദിവസം പോസിറ്റീവായിട്ട് സെൽഫ് ടോക്സ് ആണ് നടക്കേണ്ടത്. ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ആഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്നു, ഓരോ ആഗ്രഹം സ്പെസിഫിക് ആയിട്ട് സെൽഫ് ടോക്കും അഫർമേഷൻസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 5 ദിവസം അഫർമേഷൻസ് ആൻഡ് സെൽഫ് ടോക്ക് നിർബന്ധമായിട്ടും ചെയ്യുക.
4, ഇതോടൊപ്പം തന്നെ നമ്മളുടെ പ്ലാനറ്ററി ഫോഴ്സസ്, നമ്മൾ ഓരോ സമയത്ത് നമുക്ക് ഓരോ പ്ലാനറ്റ് നമ്മൾ അനുകൂലമായിട്ട് പോകുന്നുണ്ടാവും. ഇപ്പോൾ ഈ 8 എന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ ശനി അനുകൂലമാവണമെന്നുണ്ടെങ്കിൽ ശനിക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മതപരമായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കറുത്ത വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ശനിയുടെ ഒരു കളറാണ് കറുത്തതോ കടുന്നീരോ. അപ്പോൾ അതിടാം. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രേയേഴ്സ് വളരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ വിശ്വാസപ്രകാരം ഉള്ള പ്രാർത്ഥനകൾ, പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് ഒന്ന് ചൊല്ലി നിങ്ങളുടെ പ്ലാനറ്ററി ഫോഴ്സസിനെ, യൂണിവേഴ്സൽ ഫോഴ്സസിനെ കൂടി നിങ്ങൾ ഒന്ന് അനുകൂലമാക്കി ഇരുത്തണം. ഈ 5 ദിവസം നിങ്ങളുടെ പ്ലാൻസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആ ഒരു നിങ്ങളിലേക്ക് തരാനായിട്ട്, എല്ലാം അനുകൂലമായിട്ട് തരാനായിട്ട് രീതിയിൽ അതിനെ സെറ്റാക്കാനായിട്ട് പ്രേയേഴ്സും, അതോടൊപ്പം തന്നെ ഈ നിങ്ങളുടെ ഏത് പ്ലാനറ്റായി നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അതിനൊന്ന് എംപവർ ചെയ്യണ പ്രാക്ടീസസും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് പോവുക. പ്രേയേഴ്സ് ആൻഡ് പ്ലാനറ്ററി ഫോഴ്സസ് ഇത് അനുകൂലമാക്കിയെടുക്കുക. 5ാമത് നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട് ചെയ്യുക, അബണ്ടൻസ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ആണ് ചെയ്യേണ്ടത്. അതായത് 2 കപ്പ് മെത്തേഡോ 555 മെത്തേഡോ 369 അങ്ങനെ ഒത്തിരി മെത്തേഡ്സും ടെക്നിക്സും അതെല്ലാം ഓരോ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് രാവിലെ ടെക്നിക്സും ഇതിൻ്റെ കൂടെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ടെക്നിക്സിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സും ഇതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യുക. മാജിക് വാട്ടർ ബോട്ടിൽ, ഇതുപോലത്തെ മാജിക് വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി റെഡിയാക്കി ചെയ്യുക. അപ്പോൾ പ്രാക്ടീസസ് കുറച്ചും കൂടി ഒന്ന് സ്പീഡാക്കുക, ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ ചെയ്യാം. 6ാമത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഏറ്റവും പോപ്പുലറായിട്ട് സാധനമാണ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു അബണ്ടൻറ്റ് ഫീൽ ഉണ്ടാവാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ്. എന്തൊക്കെ ഉണ്ട് അതിനെല്ലാം ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, എന്തൊക്കെ ഉണ്ടാവണം അതിനു വേണ്ടി ഒരു ഗ്രാറ്റ് അഫർമേഷൻ ചൊല്ലുക. അപ്പോൾ എല്ലാ ആൾക്കാരോടും കാര്യങ്ങളോടും നിങ്ങൾ സഹായിച്ച ആൾക്കാർ, വ്യക്തികൾ, സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെല്ലാം നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുക. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ആരെന്ത് ചെയ്താലും താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇതൊരു ശീലമാക്കി മാറ്റുക. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇതൊന്ന് നിങ്ങൾ ചൊല്ലുക. എല്ലാവരോടും വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിച്ചിട്ട് വേണം. രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്തേക്കുക. എല്ലാവരോടും, നിങ്ങളുടെ പ്രപഞ്ചത്തിനോടും ദൈവത്തിനോടും നിങ്ങളുടെ ബന്ധുക്കളോടും മാതാപിതാക്കളോടും സഹോദരങ്ങളും എല്ലാവരോടും നന്ദി പ്രകാശിപ്പിച്ചിട്ടാണ് ദിവസം തുടങ്ങുക. അന്നത്തെ ദിവസം പോസിറ്റീവ് ആയിരിക്കും. നോട്ട് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ്. 7ാമത്തെ പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, നമുക്ക് എപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാവാതെ ഇരിക്കാൻ കാരണം നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ പലപ്പോഴും നമ്മളെ ബാക്കിലേക്ക് വലിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും നമ്മളുടെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നമ്മളെ ഏറ്റവും മുറിപ്പാടുകളൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ആഗ്രഹത്തിൽ നമ്മൾ പലപ്പോഴും ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ, അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹീലിംഗ് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹീലിംഗ് എക്സസൈസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഹോപ്പിനൊക്കെ നിങ്ങൾക്ക് എന്നും ചൊല്ലാം, EFT, അതുപോലെ തന്നെ ഏഞ്ചലിക് മാനിഫെസ്റ്റേഷൻ, അങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്. ഹോപ്പിനൊപ്പിന് എളുപ്പമാണ്, ഇപ്പം നമുക്ക് ചൊല്ലിപ്പോവാം. അപ്പോൾ എല്ലാ ദിവസവും ഹോപ്പിനൊപ്പം ചൊല്ലി കംപ്ലീറ്റ് നിങ്ങളുടെ ആ ഒരു മൈൻഡ് ആൻഡ് ബോഡി ക്ലെൻസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോയിട്ട്. അപ്പോൾ ഹീലിംഗ് എക്സസൈസ് പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുക. ഏജ് റിഗ്രഷൻ പോലത്തെ പ്രോഗ്രാംസ് ഒക്കെ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ കംപ്ലീറ്റ് സാധനങ്ങൾ, ആ റെസിസ്റ്റൻസ് എല്ലാം ഒഴിവാക്കി ക്ലീൻ ആവണം, പ്യുവർ ആവണം. അപ്പോൾ ഹീലിംഗ് എക്സസൈസ് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ചെയ്യാം. 8ാമത്തെ പോയിന്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് ആക്ഷനാണ്. ഇതെല്ലാം ചെയ്തിട്ടും കാര്യമില്ല, പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ഇറങ്ങി പ്രവർത്തി റെഡിയാവുക. പ്രത്യേകിച്ച് ഈ ശനിയാണ് 8 ഞാൻ പറഞ്ഞു, മടി കൂട്ടുണ്ടാക്കി തരുന്ന സാധനമാണ് ശനി. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാനായിട്ട് മനസ്സിനെയും ശരീരത്തിനെയും സജ്ജമാക്കി ഇറങ്ങുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ 8 കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം വരുന്നുണ്ടോ? മാറ്റം വന്നാൽ നിങ്ങൾ കമൻ്റ് ഇടുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്യുക. ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവട്ടെ. അപ്പോൾ തുടർന്ന് വീഡിയോസ് എല്ലാം കാണാൻ, ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കട്ടെ. പ്രപഞ്ചം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വലിയൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് എത്രയും പെട്ടെന്ന് പറയാൻ സാധിക്കട്ടെ. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം രാകേഷ് പാട്ട്.